പ്രണയമായി. കഥാരചന മുബഷിറ ശിഹാബുദ്ദീൻ. അവതരണം ഷാജഹാൻ ചളിക്കോട്. അമ്മ, അവൾക്കൊട്ടും വിവരം വെച്ചിട്ടില്ലാന്ന്. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവിടെ റാണിയായിട്ട് വാഴാമെന്നുള്ള വിചാരം ഒന്നും വേണ്ട. ഇത് കാലം വേറെയാണ്. എന്ത് ബുദ്ധിയില്ലാന്നാ മോൻ പറയുന്നത്? ആവശ്യത്തിനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട്. ബാക്കി മോനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യേ. അമ്മേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കെട്ടണമെന്ന് പറയുന്ന അന്നേ ഞാൻ പറയുന്നതാ. കുറച്ച് പഠിപ്പും വിവരവും ഒക്കെയുള്ള കൊച്ചാവണം, ആളുകളോട് പെരുമാറാൻ അറിയണം, കുറച്ച് മോഡേൺ ആവണം, കാണാൻ അത്യാവശ്യം ഗ്ലാമറും വേണമെന്ന്. എന്നിട്ടിപ്പോൾ കുട്ടികളെ മാറാത്ത ഒന്നിനെ എടുത്തു തന്നിരിക്കുകയല്ലേ എല്ലാവരും കൂടി. മോനെ, അതൊക്കെ തുടക്കത്തിൽ തോന്നുന്നതാ. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ റെഡിയാവും. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കൂല. വരട്ടെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സുധേ, ഡ്രസ്സൊക്കെ മാറ്റ്, നമുക്കൊന്ന് വീട് വരെ പോയി വരാം. എന്താടാ ഋതു നീ ചെയ്യാൻ പോണത്? അതൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മയൊന്നും മിണ്ടാതിരുന്നാൽ മതി. ഡാ, ഞാൻ പറയുന്നത് കേൾക്ക്. സുധേ, ഞാൻ വണ്ടിയിലുണ്ടാവും. വേഗം വരാൻ നോക്ക്. ദയനീയമായി അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി സുധ നടന്ന് വണ്ടിയിൽ കയറി. ഋതുവേട്ട, ഞാൻ ശരിയായിക്കോളാം. എന്നെ അവിടെ കൊണ്ടാക്കിയ അച്ഛനെ വല്ലാണ്ട് വേദനിക്കും. സുഖമില്ലാത്ത ആളാ. ആ മുഖത്തേക്ക് നോക്കാൻ പേടിയുണ്ടെങ്കിലും ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു. സുഖമില്ലാത്ത പേരും പറഞ്ഞ് എൻ്റെ തലയിലാണോ അച്ഛൻ കെട്ടിവെക്കേണ്ടത്? അതിന് വേറെ ആളെ നോക്കണമായിരുന്നു. തന്നെപ്പോലെ തലയ്ക്ക് സുഖമില്ലാത്ത മറ്റാരെങ്കിലും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പവുമില്ല ഋതുവേട്ട. ഞാൻ എൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്. അത് ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയെടുത്തോളാം. അല്ലേലും ഭ്രാന്തുള്ളവർ എനിക്ക് ഭ്രാന്താണെന്ന് ഒരിക്കലും പറയില്ല. മിണ്ടാതെ അവിടെ കുത്തിരുന്നോളാം. വീട്ടിലെത്തിയാൽ ഇറങ്ങിപ്പോയിക്കൊള്ളാം. കേട്ടല്ലോ? അപ്പോൾ ഏട്ടൻ വരണില്ലേ? ഞാൻ എവിടേക്കുമില്ല. മരണം തലയിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി. ശരിക്കും എന്താണ് പ്രശ്നമെന്ന് ഋതുവേട്ടൻ പറയാമോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കാം ഞാൻ. ഇതാ നിന്റെ വീടെത്തി. കൂടുതൽ വാചകം അടിക്കാതെ ഇറങ്ങിപ്പോ. വലിയ ബംഗ്ലാവും വെച്ച് ആളെ വലവീശി പിടിക്കാമെന്നാ വിചാരം. എനിക്ക് ഈ നാടൻ ലുക്കുള്ളവരെ കണ്ണെടുത്താൽ കണ്ടൂടാ. സാരിയും വട്ടപ്പൊട്ടും വൃത്തികേട് എന്നും പറഞ്ഞ് ഋതു വണ്ടി പറപ്പിച്ചു. ആ, ആരിത്? മോളെത്തിയോ? ഋതുമോൻ എന്തിയേ? ഏട്ടൻ ഇപ്പോൾ സമയമില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, എനിക്ക് നല്ല തലവേദന. ഞാനൊന്ന് കിടന്നോട്ടെ. ആ, മോള് പോയി കിടന്നോ. സ്ഥലമൊക്കെ മാറിയതല്ലേ, അതിൻ്റെ ഒക്കെ ആവും. അവളുടെ നെറ്റിയിൽ തടവിക്കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ കുറച്ചു നേരം? എന്തേ, മോൾക്ക് തീരെ വയ്യേ? അച്ഛനെ വിളിക്കണോ? അതൊന്നും വേണ്ട, അമ്മ ഇവിടെ ഒന്ന് ഇരുന്നാൽ മതി. അരികിലിരുന്ന് വീണ്ടും തലോടിക്കൊണ്ടിരിക്കുമ്പോൾ സുധ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് വിതുമ്പിക്കരഞ്ഞു. ഉള്ളിൽ ആർത്തിരമ്പുന്ന കടലിനെ അടക്കി വയ്ക്കാൻ പാടുപെടുകയായിരുന്നവൾ. എടീ രമേ, രമേ! ഇയാളത് എന്തിനാണാവോ വിളിച്ചു പോകുന്നത്? ഇത് രമ, സുധയുടെ അമ്മ. റൂമിലെത്തിയപ്പോൾ അമ്മയ്ക്ക് മടിയിൽ തലചാച്ചി കിടക്കുന്ന മോളെയാണ് കാണുന്നത്. എന്താ മനുഷ്യ? രമ ആംഗ്യത്തിൽ ചോദ്യമറിഞ്ഞപ്പോൾ ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ച് തിരികെ നടന്നു. നിങ്ങളെന്തിനാ വിളിച്ചു കൂവിയത്? അപ്പുറത്തെ വീട്ടിലെ രമണി പറഞ്ഞു മോള് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ആ സന്തോഷത്തിൽ കയറി വന്നതാ. മോൻ എന്തിയേ? ചോറിന് എന്താ, നല്ലൊരു സദ്യ ആയിക്കോട്ടെ അല്ലേ? പായസം വേണം. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഐസ്ക്രീമും വാങ്ങിക്കാം. മോൾക്ക് ഇഷ്ടാവും. എന്നാൽ ഞാൻ പോയി വാങ്ങിയേച്ചും വരാം. എന്തിനാ നിങ്ങളിത്ര ധൃതി പിടിക്കുന്നേ? മോള് പോയിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. നിങ്ങളുടെ ആവേശം കണ്ടാൽ വിചാരിക്കും കൊല്ലങ്ങളായി എന്ന്. എൻ്റെ മോൾ ഇന്ന് പോയിട്ട് ഇന്ന് വന്നാലും എനിക്ക് ആവേശമായിരിക്കും ഭാര്യയെ. അതിന് കുശുമ്പ് കാണിച്ചിട്ട് കാര്യമില്ല. രമയുടെ കവിളിൽ നിന്നുള്ളി അച്ഛൻ മറുപടി കൊടുത്തു. ഇയാളുടെ ഒരു കാര്യം, പോത്തുപോലെ വളർന്നു എന്നിട്ട് കുസൃതി കാണിക്കുക കുട്ടികളെപ്പോലെ. ഞാൻ എന്നും നിൻ്റെ കുട്ടിയല്ലോടി. അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ എന്തിനോ സുധയുടെ നെഞ്ചം വിങ്ങി. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എന്നും അച്ഛനും അമ്മയും തന്നെയായിരുന്നു തൻ്റെ റോൾ മോഡൽ. അവരെപ്പോലെ സ്നേഹിക്കുന്ന ഒരാളെയും ഞാൻ ഈ കാലം അത്രയും കൺമുന്നിൽ കണ്ടിട്ടില്ല. പതിയെ തൻ്റെ താലിയൊന്ന് തലോടി മുഖത്ത് പുഞ്ചിരി വരുത്തി വെച്ചു അവൾ. എന്താണ് ലവ് ബേഴ്സ് ഇവിടെ ഒരു ചുറ്റിക്കളി? ഞാൻ കാണുന്നുണ്ടേ എല്ലാം. കണ്ടോ മനുഷ്യ ഇപ്പോൾ? ഛേ, നാണക്കേട്. രമ പറഞ്ഞു. എൻ്റെ മോളെപ്പോഴാ വന്നത്? ഞാൻ ഉച്ചക്കുള്ള ഫുഡിൻ്റെ കാര്യം പറയായിരുന്നു. മോൻ എന്താ ഏറ്റവും ഇഷ്ടം? എന്താണ് ഇഷ്ടം? ഇതുവരെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഉള്ളു മുഴുവൻ എന്നോടുള്ള നീരസം മാത്രമായിരുന്നു ഇപ്പോഴും. അതിനിടയ്ക്ക് അവൻ്റെ ഇഷ്ടങ്ങളിലേക്ക് എന്നെ കടന്നു ചെല്ലാൻ അനുവദിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. മോളെ, ഇത്ര ആലോചിക്കാൻ മാത്രം ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ? അമ്മയുണ്ടാക്കി കൊടുങ്ങുമോ? അച്ഛൻ കളിയോടെ പറഞ്ഞു. അതിന് മോനെ ദിവാകര, താങ്കളുടെ മരുമകൻ എവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോൾ വരുമോ എന്ന് ചോദിച്ചാൽ അതാ മുരടന് തന്നെ അറിയുള്ളൂ. എടി, എൻ്റെ മരുമോനെ പറഞ്ഞാലുണ്ടല്ലോ നല്ല കിഴക്ക് വെച്ച് തരുവേ. ഞാൻ വിളിച്ചോളാം, എനിക്കറിയാം എങ്ങനെ വരുത്തണമെന്ന്. ദിവാകര, മരുമോൻ്റെ കയ്യിൽ നിന്ന് അസ്സൽ തെറി കേൾക്കും. ഇന്നൊരു വലിയ മീറ്റിങ്ങിലാണ്. വെറുതെ തല വെച്ച് കൊടുക്കണ്ട. അമ്മായപ്പനാണോ എന്ന് നോക്കിയെന്ന് വരില്ല. ആൾ കുറച്ച് കലിപ്പനാണ്. ആണോ? എന്നാ പിന്നെ നാളെ വിളിക്കാമല്ലേ? ആ, അതാ നല്ലത്. ഡി രമേ, ആ പോയ സാധനത്തിൻ്റെ ഉള്ളിൽ
ഒരു അഗ്നിപർവ്വതമുണ്ടെന്ന് തോന്നിയോ? എനിക്ക് വന്നപ്പോഴേ തോന്നി. മറച്ചു വെക്കുകയാണവൾ. എന്നിട്ടുള്ളിൽ ഉരുകി തീരാ. ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. പോവണ്ട, ഈ കാലം കൊണ്ട് ഒരുപാട് സഹിച്ചവളാ. ഇനി അവളുടെ അസുഖത്തെ ചൊല്ലി വയക്കായോ രണ്ടുപേരും? എന്നെ ഓർത്തിട്ടാവും ഒന്നും മിണ്ടാത്തത്. പാവം. ഞാൻ എന്തായാലും മോനെ വിളിച്ചു നോക്കട്ടെ. ഞാനും പറയാനിരിക്കുകയായിരുന്നു. എന്താണ് കാരണമെന്നറിയാലോ? ഫോൺ ചെയ്യാനായി അച്ഛൻ പുറത്തേക്കിറങ്ങി. പിറകെ രമയും. റൂമിലേക്ക് നടന്നു പോകുന്ന സുധയാണെങ്കിൽ നിലയ്ക്കാതെ പെയ്യുന്ന തൻ്റെ കണ്ണീരിന് ഒരു തടയണ നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്തായി? രമ പ്രതീക്ഷയോടെ ദിവാകരനെ നോക്കി. അവൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്താണെന്നറിയില്ല. എന്തായാലും അവനെ ഒന്ന് കാണണം. നമ്മുടെ കണ്ണൂർ ബ്രാഞ്ചിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്, സോമേട്ടൻ്റെ ഓഫീസിൽ. ഓ, അതിലായിരുന്നോ? എന്നാൽ അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? ഇവിടെ അടുത്തല്ലേ? ഇന്നിനി എന്തായാലും സമയമില്ല, നാളെ ആക്കാം. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അല്ലേ? ഒരു മൂഡില്ല ഉണ്ടാക്കാനൊന്നും, രമ പറഞ്ഞു. അത് ശരിയാ, നാടൻ മതിയല്ലോ അല്ലേ? ഫോൺ ചെവിയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ദിവാകരൻ ചോദിച്ചു. അത് മതി, കഴിക്കാനൊന്നും വേണ്ട. ഇനി അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും അതെ. ആ മുഖം വാടിയാൽ പിന്നെ വല്ലാത്തൊരു വിങ്ങലാണുള്ളിൽ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം, ഇവിടെ എത്തിച്ചോളും. കഴിക്കാനാവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. റൂമിലേക്ക് നടക്കുമ്പോൾ ദിവാകരൻ അവളുടെ റൂമിലേക്കൊന്ന് പാളി നോക്കി. വിഷം പോലും മാറാതെ തന്നെ കട്ടിലിലേക്ക് ചുരുണ്ടുകൂടി കിടക്കുന്നുമോൾ. അറിയാതെ തന്നെ ഒരു രോദനം ഉരുണ്ടുവന്ന് തൊണ്ടയിൽ തങ്ങി. അതിൻ്റെ ഫലമായി 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണ് നിലത്ത് ചിന്നിച്ചിതറി. ദിവാകരൻ എഴുന്നേറ്റപ്പോൾ വൈകുന്നേരമായിരുന്നു. അപ്പോൾ എന്തേ അവൾ എന്നെ വിളിച്ചില്ല എന്ന ആലോചനയുടെ താഴേക്ക് ചെന്നപ്പോൾ രമയുടെയും മോളുടെയും നിർത്താതെയുള്ള സംസാരമാണ് കാതിൽ പതിഞ്ഞത്. ആ മുഖത്തൊരു ചിരി താനെ വിരിഞ്ഞു. എന്താണിവിടെ, അമ്മയും മോളും പരദൂഷണം പറഞ്ഞിരിക്കുകയാണോ? ആ, അച്ഛനെ പറ്റി പറയായിരുന്നു. ഇനിയിപ്പോൾ വന്നതുകൊണ്ട് മൗത്ത് ക്ലോസ് ചെയ്യാം അല്ലേ മമ്മ? അതെ അതെ. എന്നെക്കുറിച്ച് എന്താ ഇത്രത്തോളം പരദൂഷിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞ് വായ തുറന്നതും ഇതാണ് അമ്മയുടെ ചൂടുള്ള മുട്ടബജി എന്നും പറഞ്ഞ് അവളത് അച്ഛൻ്റെ വായിൽ തിരുകി. ഡീ, എൻ്റെ വായ പൊള്ളി നാശായി. അച്ഛൻ്റെ പൊന്നിന് കുറുമ്പ് കൂടിയിരിക്കുകയാണല്ലോ. ദിവാകരൻ ആ കവളിൽ ഒന്ന് നുള്ളി. അച്ഛാ, ഞാൻ രമണിയേട്ടത്തിയുടെ വീട്ടിൽ പോയിട്ട് വരാം. വന്നിട്ട് പോയില്ലെങ്കിൽ 34ക്ക് വിഷമമാവും. അല്ലാതെ നീ ഇവിടുന്ന് തടി തപ്പുന്നതല്ല. അച്ഛൻ്റെ മറുപടി കേട്ട് അവൾ നൂറിച്ചിരിച്ചു. മോള് പോയി വാ, ഇതൊന്ന് ഒതുക്കിയിട്ട് ഞാനും വരാം, രമ മറുപടി കൊടുത്തു. നിങ്ങൾക്ക് ചായ എടുക്കട്ടെ? വേണ്ട, ഉച്ചക്കാരും ഒന്നും കഴിച്ചില്ല അല്ലേ? അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിക്കാതിരുന്നതാ. അവൾ കഴിക്കാതെ നിങ്ങളും കഴിക്കില്ലല്ലോ. അത് നന്നായി. ഞാനേതായാലും മോനെ കാണാൻ വിചാരിച്ചു. ഇവളെ ഇങ്ങനെ കാണുമ്പോൾ ഏയ് ഒന്നുമില്ല, രമ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ പോയി വരി, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നേ. എല്ലാം ഒതുക്കി രമണിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഋതു അങ്ങോട്ട് വന്നത്. മോനെ, മോൻ വന്നോ? കയറിയിരിക്കും. അച്ഛൻ മോനെ കാണാൻ ഇവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ? വേണ്ടമ്മേ, ഞാൻ പോവാ. ഈ ലെറ്റർ ഒന്ന് സുധയ്ക്ക് കൊടുക്കണേ. അതാണ് മോളുടെ റൂം. മോനത് അങ്ങോട്ട് വെക്കുമോ? ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. രമ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലെറ്റർ ടേബിളിൽ വെച്ചവൻ തിരികെ പോന്നു. സ്റ്റെപ്പിലെത്തിയപ്പോൾ ലെറ്റർ റൂമിൽ വെക്കുന്നതായിരിക്കും സേഫ് എന്ന് തോന്നി അതുമായി അവൻ റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ ശരിക്കും അവൻ ഞെട്ടിപ്പോയിരുന്നു. പലതരത്തിലുള്ള അവളുടെ ഫോട്ടോസ് ഫുൾ മോഡലിലായിരുന്നു. അതിലേക്ക് നോക്കും തോറും അവൾക്ക് വല്ലാത്തൊരു ചന്തമുള്ളതായി തോന്നി അവന്. താൻ ഇതുവരെ കാണാത്ത ഒരു ചന്തം. എൻ്റെ സങ്കല്പങ്ങളിലെ പെൺകുട്ടി ഇതുതന്നെ ആയിരുന്നില്ലേ? എന്നാൽ വീട്ടിൽ അവൾ ഇങ്ങനെ അല്ലല്ലോ. ഒരുപക്ഷെ എനിക്ക് വേണ്ടി മാറിയതായിരിക്കുമോ? ആ രൂപം കാണുമ്പോൾ തന്നെ മനം പുരട്ടും. ആ ഒരു മടുപ്പിൽ കൊണ്ടുവന്ന ലെറ്റർ ഡ്രസ്സിംഗ് ടേബിളിൽ വെക്കുമ്പോഴാണ് അവളുടെ ഡയറി കണ്ണിൽപ്പെട്ടത്. ഒരു കൗതുകം തോന്നിയതുകൊണ്ട് അതുമെടുത്തവൻ തിരികെ പോയി. സുധ ഓടിക്കിതച്ച് വന്നപ്പോഴേക്കും ഋതുവിൻ്റെ കാർ അകന്നുപോയിരുന്നു. കുമിഞ്ഞുകൂടിയ സങ്കടം പാടുപെട്ട് മറച്ചു പിടിച്ചവൾ. എന്നോട് പറഞ്ഞിരുന്നു വരുമെന്ന്. ഞാൻ മറന്നുപോയതാ. ആൾക്ക് ദേഷ്യം വന്നു കാണും, അതാ വേഗം പോയെ. നിറഞ്ഞ കണ്ണുകൾ ഇനിയൊരു മഴപ്പെയ്ത്തിന് വഴിയൊരുക്കും മുന്നേ അവൾ റൂമിലേക്ക് ധൃതി പിടിച്ചു നടന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. തുടരും.